നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡോക്ടർ ദേവദാസിന്റെ അവസ്ഥ എന്താ? അറ്റൻഡർമാർ കാണുമ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. ഹീസ് ഇൻ ഒബ്സർവേഷൻ റൂം. ഓക്കെ ഇവിടെ നിന്ന് ആരും പുറത്തു പോയിട്ടില്ല സർ. സംഭവം നടന്ന ശേഷം ആരും പുറത്തു പോയിട്ടില്ല. ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗത്തും CCTV ഉണ്ടല്ലോ? ഉണ്ട് സർ. ഓപ്പറേഷൻ തിയേറ്ററിലോ? ഉണ്ട്. Then do one thing. CCTVയുടെ മോണിറ്ററും മറ്റും ഈ ഹാളിലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ചെയ്യാം സർ. അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് അടക്കം എല്ലാവരും ഈ ഹാളിലേക്ക് എത്തുകയും വേണം. ശരി സർ. ആർക്കും എക്സ്പ്രഷൻ കൊടുക്കരുത്. മനസ്സിലായല്ലോ? ഓക്കെ സർ, ചെയ്യാം. അക്രമി ആരായാലും ഓപ്പറേഷൻ തിയേറ്ററിലെ CCTVയിൽ അയാൾ പതിഞ്ഞിരിക്കും. ഓക്കെ സർ. സോ നമുക്ക് നോക്കാം. ഓക്കെ. ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഡോക്ടർ ദേവദാസിന്റെ കോണ്ടാക്ട് ആരോടായിരുന്നു? ഡോക്ടർ ദേവദാസ് ഒരു പേഷ്യന്റിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം എഴുന്നേറ്റ് പോയത്. ആ നിൽക്കുന്നവരാണ്. ഓക്കെ, നിങ്ങള് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ഹോസ്പിറ്റലിലെ എല്ലാ തെളിവുകളും പരിശോധിക്കണം. ഏത് നിലയിൽ നിന്നും താഴോട്ട് ഇറങ്ങി പോകാനുള്ള പടികള്, പൈപ്പുകള് എല്ലായിടത്തും സൂക്ഷ്മമായ പരിശോധന വേണം. ചെല്ല്. ഓക്കെ സർ. വാ. അത് ശരിയാവില്ലല്ലോ. പോലീസ് വരുന്നുണ്ട്. നിങ്ങളാണോ ഡോക്ടർ ദേവദാസിന്റെ ക്യാബിനിൽ അവസാനം ഉണ്ടായിരുന്നത്? അതെ സർ. കൺസൾട്ടേഷൻ കഴിഞ്ഞാണോ അദ്ദേഹം പോയത്? അല്ല, ഇടയ്ക്ക് വെച്ച് ഞങ്ങളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സാറ് പോവുകയും ചെയ്തു. ഇറങ്ങിപ്പോകാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്നപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായിരുന്നു? എന്തെങ്കിലും ടെൻഷനോ പരിഭ്രമോ അങ്ങനെ എന്തെങ്കിലും? സർ, ഇത് എന്തൊക്കെയാ? ഇവരിതൊക്കെ എങ്ങനെ അറിയാനാ? സർ, ഐ എം രഘു. ഞാനൊരു മിലിറ്ററി ഓഫീസറാണ്. ഓക്കെ മിസ്റ്റർ രഘു, അതായത് നടന്നിരിക്കുന്നത് ഒരു ക്രൂരമായ സംഭവമാണ്. അതും പട്ടാപ്പകല് നിറയെ CCTV ഉള്ള ഒരു ഹോസ്പിറ്റലിൽ. ഇത്രയും ജനത്തിരക്കിനിടയിലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നവൻ നിസ്സാരക്കാരനായിരിക്കില്ലല്ലോ. അതെ, ഒന്ന് പുറത്തേക്ക് വരൂ. എന്താ കാര്യം? ഒരു അത്യാവശ്യ കാര്യം, ഒന്ന് വരൂ. ഓ, ഞാനിപ്പോ വരാം. എന്തായാലും വല്ലാത്ത സംഭവം തന്നെ. ഡോക്ടർക്ക് ജീവൻ ആപത്തൊന്നുമില്ല. കയ്യിലാ കുത്തി പരിക്കേൽപ്പിച്ചത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ലവർക്കല്ലോടെ ഇക്കാലത്ത് ഒരു രക്ഷയില്ലാത്തത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആരെങ്കിലും വിളിക്കേണ്ടി വന്നാൽ ഞങ്ങൾ വിളിക്കും. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. എല്ലാവരും പറഞ്ഞോളൂ. എല്ലാരും പോയിക്കോ. മോള് വാ. എന്തായാലും ആ പോലീസ് അന്വേഷണം ഇപ്പോഴെങ്കിലും അവസാനിച്ചത് നന്നായി. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും അവിടെ കുടുങ്ങിപ്പോയനെ. ആ ഡോക്ടർ നല്ലൊരു മനുഷ്യനാണ്. ഏത് മഹാഭാവിയാണാവോ ഇങ്ങനൊക്കെ ചെയ്തത്?
സംഭവം എന്തായാലും വാർത്തയാവും. അപ്പൊ പിന്നെ അറിയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സാറേ എന്നോട് അഭിപ്രായം சொல்லட்டுமா? அந்த ஆளை ஏதாவது கை கிடைச்சா போலீஸ் ஸ்டேஷன் கோர்ட் ஒண்ணுமே இல்ல. ஒரு துப்பாக்கி எடுத்து டக 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 5 படி ഫിനിഷ് பண்ணணும். ശരവണ, അങ്ങനെയാണെങ്കിൽ ഈ നാട്ടില് നിയമത്തിന്റെയും കോടതിയുടെയും ഒന്നും ആവശ്യമില്ലല്ലോ. മനുഷ്യര് പരിഷ്കൃതമായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിപ്പോ കേസിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാ. ഏട്ടൻ ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ലേ? ഞാനിതിൽ എന്തു പറയാനാ മോളെ? ജീവന് ഇതിൽ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. അതങ്ങനെയാ. ഒരു കാര്യം ഉറപ്പാ, ഏത് ക്രൈം നടക്കുമ്പോഴും ദൈവം ഒരു തെളിവ് ബാക്കി വെക്കുന്ന പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഈ കേസിൽ ഒരു തെളിവുണ്ടാവും. അന്വേഷിക്കുന്ന പോലീസുകാർക്ക് അത് കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ കയ്യിൽ അത് ഭദ്രമാണ്. ദൈവം അയാളെ വെറുതെ വിടില്ല. അമ്മേ, അല്ല അമ്മേ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. നിന്റെ അഭിപ്രായം വരവ് വെച്ചു. എടോ, അവൻ പറഞ്ഞ തമാശയല്ല. ദേ ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. പിന്നെ എന്തെങ്കിലും വ്യായാമം ചെയ്യണം. നമുക്കെല്ലാവർക്കും കൂടി രാവിലെ നടക്കാനും പോയാലോ? ആ, ബെസ്റ്റ്. ഈ മക്കളെയും വിളിച്ചോണ്ടല്ലേ? ഇവരെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്ന വ്യായാമം മതി എന്റെ അസുഖം മാറാൻ. അല്ലെങ്കിലേ താനൊരു കാര്യം ചെയ്യും. ചെറുപ്പത്തിൽ കുറെ നാൾ താൻ ഡാൻസ് പഠിച്ചല്ലേ, അതങ്ങ് കണ്ടിന്യൂ ചെയ്യും. എക്സർസൈസും ആവും, നമുക്കൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം. എന്നെ കൊണ്ട് ഇതിനൊന്നും വയ്യ. ഇത് ചെറിയൊരു അസുഖം. എല്ലാവരും കൂടി പറഞ്ഞിതൊന്നും പെരുപ്പിക്കണ്ട. പിന്നെ മരുന്നിന്റെ കാര്യമാണെങ്കിലും മന്ത്രത്തിന്റെ കാര്യമാണെങ്കിലും അത് വേറെ ആരും എന്നോട് പറയണ്ട. നിത്യമോള് പറഞ്ഞാൽ മതി. ഇവളെന്നെ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് പോലും എന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. என்ன பொருத்தமா? கொடுத்து வச்சிருக்க இல்லையா? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.